നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന. There are going to be trials. ഈ ട്രയൽസ് യാക്കോബ് എഴുതുന്നവർക്ക് എങ്ങനെയാണെന്ന് അറിയാമോ വന്നത്? ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി. ഇന്ന് വല്ലതും ആത്മീയർക്ക് ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഇത് കെട്ടാണ്, കെട്ടിന്റെ മേൽ കെട്ടാണ്, ആകെ പ്രശ്നം. എന്നാൽ സംടൈംസ് ഗോഡ് അലൗസ് എന്നുള്ളത്, ജോലി പോകുന്നത് അനുവദിക്കുമെന്നുള്ളത്. അല്ല, താഴോട്ടുള്ള വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. ആ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്തതെന്നല്ല അതിന്റെ അർത്ഥം. ആ ദോഷമെന്ന് പറയുന്നത് എൻ്റെ വിശ്വാസം കളയാൻ വേണ്ടിയുള്ള പരീക്ഷണം ഒന്നും യേശു അനുവദിക്കത്തില്ല. പക്ഷേ വിശ്വാസത്തിന്റെ പരിശോധന എന്നെ എന്താക്കും? 4-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകണമെന്ന്. വാട്ട് ഈസ് സ്പിരിച്വൽ മാൻസ് സൈൻ? വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? യാക്കോബ് തുടക്കത്തിൽ തന്നെ പറയുന്നു, the way you look at suffering must change. ലോക മനുഷ്യർ പരിശോധനകളെ അവർ ചിന്തിക്കുന്നത് ഇത് പിശാചിന്റെ പരീക്ഷ, എന്നെ നശിപ്പിക്കാൻ. അല്ല അല്ല അല്ല, പരിശോധന എന്നുള്ളത് ദൈവത്തിന്റെ അപ്രൂവല് വരുവാനും വിശ്വാസത്തിന്റെ ജെനുവിനിറ്റി ഒന്ന് വെളിയിൽ വരാനും. അതാ വാസ്തവത്തിൽ 1:16 സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുതെന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ പരീക്ഷിച്ചില്ലാതാക്കാനല്ല പരിശോധനകൾ. ശരീരത്തിൽ വെളിപ്പെട്ട രോഗത്തിന്റെ അനുഭവമായിരിക്കാം, ഇനി പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം ലഭിക്കാത്തൊരവസ്ഥയിലും അത് വിശ്വാസത്തിന്റെ പരിശോധനയായി. വിശ്വാസം ഞാൻ വിടുമോ? പ്രത്യാശ ഞാൻ വിടുമോ? ദൈവസ്നേഹം ഞാൻ വിടുമോ? ഇങ്ങനെ ഒരു ന്യൂ കാഴ്ചപ്പാടുള്ളവനാണ് ആത്മീകൻ. അവന് ഭൗതികതയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വേറെ ആയിരിക്കും എന്ന് യാക്കോബ് പറയുന്നു. എങ്ങനെ അറിയാം? 2-ാം അധ്യായത്തിൽ താൻ പറയുന്നത് എന്താണെന്നറിയോ? 30 വർഷം പാസ്റ്ററായിരുന്ന യാക്കോബ് പറയുക, ഒന്ന് കഷ്ടപ്പാടെന്ന് എഴുതി വെച്ചാൽ നിങ്ങൾ പറയും, അയ്യോ ഇതെന്താ കർത്താവ് അനുവദിച്ചു. നോ, കഷ്ടപ്പാടിൽ സന്തോഷിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം ആത്മീകന്. എന്നിട്ട് 2:1 പറയുക. സഹോദരന്മാരെ എല്ലാം വിളിച്ചു തുടങ്ങുന്നത് 1:16 പ്രിയ സഹോദരന്മാരെ. ഇവിടെ പറയും, സഹോദരന്മാരെ, തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ വിശ്വാസികളെ, ലോകക്കാരെല്ലാം ക്ലബിൽ ചെന്നാലൊക്കെ ഇത് കാണാം. നിങ്ങൾ എന്തോ കാണിക്കരുത്, നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. സാമ്പത്തികമുള്ളവനെയും ഇല്ലാത്തവനെയും തമ്മിൽ വേർതിരിക്കരുത്. സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നത്, താഴോട്ടുള്ള വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ നടുവിലോട്ട് ഒരാൾ ഒരു നല്ല വസ്ത്രം ധരിച്ച്, ഇന്നത്തെ ഭാഷയിൽ പറയാം, ഏതെങ്കിലും ഒരു ഹൈ എൻഡ് ഒരു കാറിൽ അങ്ങോട്ട് വരുന്നു, നല്ലൊരു ഉദ്യോഗസ്ഥനായി വരുന്നു, സ്പെഷ്യൽ ഓണർ, പ്ലീസ് സിറ്റ് ഹിയർ അങ്കിൾ, ആന്റി, യു ആർ സച്ച് എ ബ്ലെസ്സിങ് ടു ദ ചർച്ച്. എന്നാൽ പുതുതായിട്ട് ഒരാൾ കുവൈറ്റിൽ വരുന്നു, ജോലി, അങ്ങോട്ട് ഇരുന്നാട്ടെ, അങ്ങോട്ട് മാറിയിരുന്നാട്ടെ. ഇത് എവിടുന്ന് പഠിച്ചു? യാക്കോബ് പറയുക, 30 വർഷം കൊണ്ട് പാസ്റ്ററായ ആള് പറയുക, there is no transformation. സാമ്പത്തികമുള്ള ലാൻഡ് ക്രൂയിസറും പ്രാഡോയും കാണുമ്പോ നിന്റെ ആത്മീകത മാറുന്നല്ലോ. ഒരു ചെറിയ വണ്ടി കാണുമ്പോ നീ വേറൊരു വിലയിരുത്തലാണല്ലോ. സ്പീക്കിംഗ് ഇൻ ടങ്സ് is there, prophecy is there, you are thinking you are going to heaven, but your perspectives did not change. When it comes to suffering, your perspective did not change. When it comes to wealth, your perspective did not change. എന്നിട്ട് 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാകാൻ തെരഞ്ഞെടുത്തിട്ട് ഈ ദൈവത്തെ അല്ലേ നിങ്ങൾ മനസ്സിലാക്കിയത്? ദൈവം ദരിദ്രരെ തെരഞ്ഞെടുത്തല്ലോ. പക്ഷെ നിങ്ങൾ എന്താ ദരിദ്രരെ കാണുമ്പോ അങ്ങ് മാറി നടന്നു പോകുന്നത്? നല്ല പെർഫ്യൂമിന്റെ ആ മണം കിട്ടുമ്പോഴേ അടുക്കുന്നുള്ളല്ലോ. എന്തുകൊണ്ടാ? ഒരാള് ബുദ്ധിമുട്ടുന്ന ഒരാളെ കാണുമ്പോ ഗ്രീറ്റിംഗ് ഒക്കെ അങ്ങ് ചെറുതാകുന്നേ? പെർഫ്യൂം അടിച്ചു വരുന്ന, ഏറ്റവും നല്ല വണ്ടി വരുന്ന ആളെ കാണുമ്പോ കുറച്ചുകൂടെ ഒന്ന് സംസാരിച്ചാൽ നല്ലായിരുന്നു, കുറച്ചുകൂടെ സ്നേഹം മാറുന്നല്ലോ. മറ്റേ ആളിൽ നിന്നൊന്നും ഇങ്ങോട്ട് കിട്ടാനില്ലാത്തോണ്ട് കാണാം കേട്ടോ. എന്താ ഇങ്ങനെ? ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണല്ലോ ഇത്. ദൈവം
ദരിദ്രരെ വിശ്വാസത്തിൽ സമ്പന്നരാകാൻ തെരഞ്ഞെടുത്തെങ്കിൽ ആ ദൈവത്തിന്റെ സ്വഭാവം ഇറങ്ങിയില്ലല്ലോ നമ്മളിൽ. പ്രിയ ദൈവമക്കളെ, ഇത് ഇരുന്ന് വായിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞു വിടുന്നത് ഈ 1:21 വരാൻ വേണ്ടിയാ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആത്മീയ കാര്യങ്ങളൊന്നുമല്ല യാക്കോബ് പറയുന്നത്. കഷ്ടതയിൽ സന്തോഷിക്കുന്ന ഒരു ആത്മീയത, ധനവാനും ദരിദ്രനും തമ്മിൽ വേർപിരിക്കാത്ത, വിഭിന്നമായി കാണാത്ത, വിവേചിക്കാത്ത, വിവേചനമില്ലാത്ത ഒരു ആത്മീയത. എന്നിട്ട് താൻ പറയുന്നത് 15 വാക്യത്തിൽ മോഹങ്ങൾ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. മോഹങ്ങളുള്ള അനാത്മീകന്റെ ഹൃദയവുമായി സഭയിൽ കുറെ ആളുകൾ. ഇതെല്ലാം കണക്റ്റഡ് ആണ്. കഷ്ടതയിൽ സന്തോഷിക്കാൻ ഒക്കാത്തത് എന്റെ മോഹത്തിന് തടസ്സമാണ് ഈ കഷ്ടത. ഞാൻ വലിയ പ്ലാനുമായിട്ടിരിക്കുകയാണ്. എനിക്ക് മൈഗ്രേറ്റ് ചെയ്യണം, എനിക്ക് വലിയ അനുഭവങ്ങൾ വേണം, എനിക്ക് വാഗ്ദത്വം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുക. അപ്പോഴാണ് ദൈവം ഒരു പരിശോധന അനുവദിക്കുന്നത്. അയ്യോ, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്? ഇങ്ങനല്ലല്ലോ ഞാൻ കേട്ട ദൂത്. ഈ വിശ്വാസത്തിന്റെ പരിശോധന മോഹം എന്നിൽ കിടക്കുന്നത് കൊണ്ട് അത് ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ജോലി പോയതും ഈ പഠനത്തിൽ വന്നൊരു ചെറിയ പ്രശ്നവും ഒന്നും എനിക്ക് ഉൾക്കൊള്ളാനേ വയ്യ. ഞാനിപ്പോ ചിന്തിക്കുന്നത് ദൈവം എനിക്ക് എതിരാണെന്നാണ്. എങ്ങനെ അറിയാം? 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ, എന്നാൽ 13-ാം വാക്യത്തിൽ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. 30 വർഷത്തെ ശുശ്രൂഷയിൽ തനിക്ക് മനസ്സിലായി പലരും ഇങ്ങനെ മിണ്ടായിരിക്കുക. കാരണം ഉദ്ദേശമൊന്നും നടന്നില്ല. കഷ്ടതയെന്ന് കേൾക്കുമ്പോഴേ അത് ഉൾക്കൊള്ളാൻ വയ്യ. സമ്പത്തിനോട് ഭയങ്കര ആകർഷമാണ്. ദൈവം പരിശോധന അനുവദിക്കുമ്പോൾ ദൈവത്തോട് ഇപ്പൊ ആംഗ്രിയാണ്, ഒരു ലോങ് ഫേസോട് വന്നിരിക്കുക. എന്നാലും why did you do this to me? യാക്കോബ് എന്ന പാസ്റ്റർ പറയുക, വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എല്ലാം ഉള്ളപ്പോ തുള്ളിച്ചാടുന്ന മാത്രമല്ല, ഒരു ഒരുക്കപ്പെട്ട സ്നാനക്കുളത്തിലോട്ട് വന്ന് മുങ്ങുന്നത് മാത്രമല്ല, ഇല്ലായ്മയുടെ നടുവിലും ഉള്ളതിനെ ഒഴിച്ചു വെച്ചുകൊണ്ടും ദൈവത്തെ സേവിക്കുന്നതും ആ ദൈവത്തിൽ സന്തോഷിക്കുന്ന ഒരു ആത്മീയത. പ്രിയ ദൈവമക്കളെ, ഈ 3 എണ്ണത്തിന്റെ കോമ്പിനേഷൻ, ഏത് 3 എണ്ണം? കഷ്ടത എനിക്ക് വേണ്ട, എന്റെ ഉള്ളിൽ ഒത്തിരി ആഗ്രഹം കിടക്കുക, അതിൻ്റെ കൂടെ എനിക്ക് സമ്പത്തുള്ളവരോടുമാണ് എൻ്റെ അസോസിയേഷൻ. ഈ 3 എണ്ണം വരുമ്പോ എന്റെ നാവിന് പിന്നെ നിയന്ത്രണവും കാണത്തില്ല. അതാണ് ഈ യാക്കോബിൽ സംഭവിക്കുന്നത്. എന്താ നാവിന് നിയന്ത്രണം ഇല്ല എന്ന് പറഞ്ഞാൽ, 1-ാമത്തെ വാക്യം 27-ാമത്തെ വാക്യം ഒക്കെ ശ്രദ്ധിച്ചാൽ, ലോകത്താലുള്ള കളങ്കം എന്നൊരു വാക്ക് കാണാം 1-27. ഈ ലോകത്താലുള്ള കളങ്കം, ഈ മോഹം കിടക്കുന്നത് കൊണ്ടും ഈ സമ്പത്തിനോടുള്ള ആഗ്രഹം കിടക്കുന്നത് കൊണ്ടും ലോകത്തിന്റെ കളങ്കം ഏശുന്നത് കൊണ്ട് എന്റെ നാവിന് ഒരു നിയന്ത്രണമില്ല. ഞാൻ പറയുന്നത് മുഴുവൻ ഭൗതിക കാര്യങ്ങളാണ്. ഭൗതിക നേട്ടത്തിന് വേണ്ടി ആരോടും കോപിക്കും. അതാണ് 3-ാമത്തെ അധ്യായം അതിന്റെ ഒരു 6 മുതലുള്ള വാക്യം, നാവും ഒരു തീ തന്നെ എന്ന് തുടങ്ങുന്ന വാക്യങ്ങളിൽ ഒരേ വാക്കുകൊണ്ട് പ്രൈസും ഉണ്ട്, അടുത്ത നിമിഷം കേഴ്സും ഉണ്ട്. അതാണ് 3:9 പറയുന്നത്. എങ്ങനെയാ ഒരേ നാവ് കൊണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു? 10-ാം വാക്യം, സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സ്തോത്രം എന്ന് പറയുമ്പോൾ വരുമ്പം ഹല്ലേലൂയാണ്, എന്നാൽ ആരോടും കോപിക്കും. ഏത് രീതി? കാരണം എനിക്ക് ധനവാനാകണം, എനിക്ക് ലോകത്തിന് മുമ്പിൽ ഒരു പേര് വേണം, ആരെയും വിറപ്പിച്ചു നിർത്തും, ഏത് വാക്കും പറയും, എപ്പോഴും ഭൗതിക കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന നിയന്ത്രണമില്ലാത്ത. ഇതെങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ബന്ധങ്ങളെ തകർക്കും. ആരാണ് ആത്മീകൻ? ആത്മീകൻ എന്ന് പറയുന്നത് കുറച്ച് പൈസ ഉള്ളവൻ മാത്രമല്ല. ആത്മീകൻ എന്ന് പറയുന്നത് നാവിന് നിയന്ത്രണമിട്ട് ധനമോഹത്തിൽ പിടിക്കപ്പെടാതെ
കഷ്ടത്തിന്റെ നടുവിലും പാട്ടുപാടി തന്റെ ഹൃദയം വശീകരിക്കപ്പെട്ടു പോകാതെ ദൈവത്തിന്റെ വിശ്വാസത്തിൽ കാക്കപ്പെട്ട് ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു ആത്മീയൻ. ഈ 30 വർഷത്തെ ശുശ്രൂഷയിൽ യാക്കോബ് കണ്ടത് ആരെയാണെന്നറിയാം? 4:1. നോക്കിക്കേ, 4:1. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? 30 വർഷത്തെ പാസ്റ്റർ പറയുക, നിങ്ങളെല്ലാം ഗ്ലോറി ഹല്ലേലൂയ പറയുന്നുണ്ടല്ലോ, പക്ഷെ നിങ്ങളിൽ ഇപ്പോഴും രമ്യതയില്ലാത്ത, അനുരഞ്ജനമില്ലാത്ത, ദൈവസ്നേഹമില്ലാത്ത, ലോകത്തിൽ പോലും കേൾക്കാത്ത പോലുള്ള വാക്കുകൾ അന്യോന്യം സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇതെവിടെ നിന്ന് വന്നു ഈ കലഹം? ആരാ വലിയവനെന്നുള്ള കലഹം എവിടെ നിന്ന് വന്നു? എന്താ മറ്റേയാളെ ഉൾക്കൊള്ളാൻ വയ്യാതെ 25 വർഷമായിട്ട് ഇരിക്കുന്നത്? അതിന്റെ അടിസ്ഥാനം എന്താണെന്നറിയാമോ? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ നിങ്ങൾ മോഹിച്ചിട്ടും ഈ മോഹമല്ലേ ബന്ധങ്ങളും തകർത്തത്. സ്ഥാനമോഹം വന്നതോടെ ബന്ധങ്ങളും പോയി. എനിക്ക് വലിയവനാകണം. ലൗകിക മോഹം വന്നതോടെ ആത്മീകതയും പോയി. ഈ ഒരവസ്ഥയിൽ ഇരിക്കുന്നവരോട് ഇനി ഈ വാക്യത്തിലേക്കൊന്ന് അടുത്തു വരികയാണ് കേട്ടോ. 21-ാം വാക്യം. ആകയാൽ എല്ലാ അഴുക്കും. എന്തോ അഴുക്ക്? അതിനാ ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. എന്തിന്റെ അഴുക്കാ ഇത്? ദൈവമേ, യോർ വിൽ ഷുഡ് കം ടു പാസ് ഇൻ മൈ ലൈഫ്. അത് പറയാതെ എന്റെ ഇഷ്ടം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്ന ആ അഴുക്ക്, എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് മാത്രം കേൾക്കുന്ന ഒരഴുക്ക് എന്നെ 1:4 കണ്ട പോലെ, ദൈവമേ എന്നെ കുറവില്ലാത്തവനാക്കണമേ, എന്നെ തികഞ്ഞവനാക്കണമേ. അതിനുവേണ്ടി ദൈവം എന്തെങ്കിലും പരിശോധന അനുവദിക്കുന്നെങ്കിൽ അടിയനത് ഏറ്റുകൊള്ളാം. എന്റെ ആഗ്രഹം സാധിച്ചിട്ടില്ലെങ്കിലും ദൈവനാമം മഹത്വപ്പെടുന്നെങ്കിൽ ഈ മനോഭാവം ഇല്ലാത്ത അഴുക്ക് ഏതഴുക്കാണെന്ന് ചോദിച്ചാൽ, എന്റെ ഇഷ്ടത്തിന്റെ അഴുക്ക്, എന്റെ മോഹത്തിന്റെ അഴുക്ക്, ബന്ധങ്ങളിൽ ഒരു മൂല്യം കൊടുക്കാത്ത അഴുക്ക്, നാവിനെ നിയന്ത്രിക്കാത്ത അഴുക്ക്, ഭോഗങ്ങളിൽ ചെലവഴിക്കേണ്ടതിന് വേണ്ടി വല്ലാതെ യാചിക്കുന്ന ആ അഴുക്ക്. 4:4 അഴുക്കൊന്ന് നോയിക്കേ. 4:4 പറയുക, വ്യഭിചാരിണികളായുള്ളോരേ. വിശ്വാസികളാണെങ്കിലും പറയുക, വ്യഭിചാരിണികളായുള്ളവേ. എന്ത് ചെയ്ത ഇതാ, എനിക്ക് ലോകം വേണം, എനിക്ക് ദൈവത്തെ വേണം. ഈ രണ്ടും കൂടെ കൊണ്ടുപോകാൻ നോക്കിയ ആ അഴുക്ക്, ദാറ്റ്സ് ബാഡ്, ദാറ്റ്സ് ഫിൽതി എന്നാണ് യാക്കോബ് പറയുന്നത്. അപ്പൊ പ്രിയ ദൈവമക്കളെ, എന്തുവാ ആത്മീകൻ? ആത്മീകൻ ആരാണെന്ന് ചോദിച്ചാൽ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുണ്ടല്ലോ, ഈ അഴുക്ക് എന്നുള്ളതിന്, ആ അഴുക്ക് വാസ്തവത്തിൽ വരുന്നത്, അതിന്റെ മൂലപദത്തിന്റെ അർത്ഥം 2:2 വായിച്ചാൽ മനസ്സിലാക്കും. 2:2, നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ച് പൊന്മോതിര ഇട്ടുകൊണ്ട് ഒരുത്തനും. അടുത്ത വാക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ മൂലപദത്തിലെ ചേർന്ന് വരുന്ന വാക്ക്, മുഷിഞ്ഞ വസ്ത്രം. ഒരാള് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നമ്മുടെ സൈഡിൽ കൂടെ നടന്നു പോയാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയും. നമ്മൾ തിരിഞ്ഞു നോക്കും, എനിക്ക് തോന്നുന്നു വിയർത്ത് വന്നതാന്ന് തോന്നുന്നു. നോക്കും, ആരാ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചയാള്? 1:21 രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നു, സ്നാനപ്പെട്ടെന്ന് പറയുന്നു, പക്ഷെ ഗന്ധമില്ല. ആരുടെ ഗന്ധം? യേശുവിന്റെ ഗന്ധമില്ല, യേശുവിന്റെ മനോഭാവമില്ല, യേശുവിന്റെ ഹിതമല്ല ആളിന് വലുത്. ദുർഗന്ധം വമിക്കുന്ന ഒരു വ്യക്തി, വെള്ളയാ ഇട്ടിരിക്കുന്നതെങ്കിലും ദുർഗന്ധം. കുഞ്ഞുങ്ങൾക്ക് തന്നെ അറിയാം, എന്റെ പപ്പായിക്ക് ദൈവത്തെക്കാട്ടി കൂടുതൽ ലോകത്തെ സ്നേഹം, പണത്തെ സ്നേഹം. എത്രയും ഉണ്ടാക്കി കഴിഞ്ഞിട്ടും പിന്നെയും ഐ വാണ്ട് മോർ, ഐ വാണ്ട് മോർ, ഐ വാണ്ട് മോർ. നമ്മുടെ ചിലപ്പം
മനസ്സിലെ ഒരു ചെറിയ ഒരു ടു ഈസ് അവർ കോൺഷ്യൻസ്, ആ ഭാരം ഒന്ന് ഇറക്കാൻ വേണ്ടി ആർക്കെങ്കിലും ഒരു 1500 രൂപ 2000 രൂപ, ഐ എം ഹെൽപ്പിംഗ് സോ മെനി പീപ്പിൾ, ബട്ട് ഹാവ് വി സാറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്? നമ്മൾ ദൈവത്തോട് നിലവിളിച്ച കാര്യം, ദൈവമേ, ഇങ്ങനെയാ പറയുന്നത്. 2 പ്രധാന ദിവസങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ളത്. യൂത്ത്സ് എല്ലാവരും കേൾക്കണമേ. All my brothers and sisters, listen. The most important day in your life is the day you are born. The second important day in your life is discovering why you are born. എന്തിനാണ് ജനിച്ചത്? ജനിച്ചത് എല്ലാവരെ പോലെ ഒരു ജോലി സമ്പാദിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കി നല്ലൊരു വണ്ടി വാങ്ങിച്ച് നല്ലൊരു വീട് കെട്ടി അങ്ങനെ അങ്ങ് ജീവിക്കാൻ, ഞാൻ ദൈവത്തെ മറന്നിട്ടില്ല എന്ന് പറഞ്ഞ് ജീവിക്കാനാണോ? അതോ ദൈവത്തിനു വേണ്ടി എന്തും ഏതുമായി തീരാനുള്ള ഒരു മനോഭാവമാണോ? ജോലി ചെയ്യുമ്പോഴും അതിൻ്റെ നടുവിൽ ഒരു ഭയങ്കര ആഗ്രഹം, ഒരാളെയെങ്കിലും എനിക്ക് നേടണം 2025. ചിലപ്പോ ഹോസ്പിറ്റലിലായിരിക്കും, ചിലപ്പോ അക്കൗണ്ടന്റ് ആയിട്ടായിരിക്കും. ഈസ് അവർ പെർഫ്യൂം ഡിഫറെന്റ്? മറ്റെല്ലാവരും ജോലി ചെയ്യുന്നത് ഒരു പ്രത്യേക മനസ്സോടാ. എനിക്ക് ഇനിയും അടുത്ത ജോലി, എനിക്ക് പ്രൊമോഷൻ, എനിക്ക് അടുത്ത. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തത കാണുന്നുണ്ടോ? യെസ്, ഐ ആം വർക്കിംഗ്. വർക്ക് ചെയ്യുന്നത് പാവമല്ല, വർക്ക് ചെയ്യാതിരിക്കുന്നതാണ് പാവം. ഇറ്റ്സ് ഗുഡ് ടു വർക്ക് ആൻഡ് ഏൺ അവർ ലൈവ്ലിഹുഡ്. അതാ ബൈബിൾ പറയുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഇഫ് യു ആർ നോട്ട് വർക്കിംഗ് യു ആർ വേഴ്സ് ദാൻ അൺബിലീവേഴ്സ് എന്നാ പറയുന്നത്. ജോലി ചെയ്യണം. എന്നാൽ ജോലി ചെയ്യുമ്പോൾ എന്താ എന്റെ ഹൃദയമിടിപ്പ്? ദൈവമേ, എനിക്ക് ഈ ജോലി ഞാൻ ഡിസർവ് ചെയ്യുന്നതല്ല. ദൈവം എനിക്ക് തന്നത് എന്നെ കൊഴുപ്പിക്കാനല്ല, ദൈവ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കണ്ണുനീരിനെ തുടയ്ക്കാൻ, ഞാൻ ചുരുങ്ങിയാലും മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ. ആ ഒരു കാഴ്ചപ്പാട്. ഞാനിത് പറയുമ്പോ നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയുമാണ്. കാരണം ഞാൻ ഈ സൂമിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ ഫ്ലയർ ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുമ്പോൾ കുവൈറ്റിലാണെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ കുവൈറ്റിൽ ജനിച്ചതാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ കുവൈറ്റിലായിരുന്നു, എൻ്റെ ഫാദർ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ എൻ്റെ ഫാദറിന്റെ ടെസ്റ്റ് മണിയെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം കേട്ടത്, മനസ്സിലാക്കിയത്, ഓഫീസിൽ പോകുന്ന സമയത്ത് there came a point, ആ ഒഴിവ് സമയങ്ങളിൽ, ഉച്ച സമയത്ത്, കഴിക്കാനുള്ള സമയത്ത് ദൈവവചനത്തിന്റെ വായനയിലേക്ക് തിരിയുന്ന ഒരു കാലഘട്ടം, 92-93 കാലഘട്ടം. ആ വചനത്തിൽ വായിക്കുന്ന കണ്ണുനീര് വീണ് പേജുകൾ നനഞ്ഞ് കുതിരുന്ന ഒരു കാലഘട്ടം. ദൈവത്തോടുള്ള സ്നേഹം നിറയുകയായിരുന്നു. എന്നിട്ട് താൻ അവിടുത്തെ ജോലി രാജിവെച്ച് യുദ്ധം കഴിഞ്ഞ് പിന്നെയും വന്ന് ജോലി ചെയ്ത് പിന്നെ റിസൈൻ ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്ന സമയത്ത് അവിടെ ഉള്ളവർ എൻ്റെ ഫാദറിനോട് അഡ്വൈസ് ചെയ്തു. ഒരു മോനും മോളുമാണ് ഉള്ളത്, കൊച്ചു പിള്ളേരാണ് അവര്. ചുമ്മാ നിൽക്കുന്ന നിപ്പിൽ ഇടവും വലവും നോക്കാതെ ജോലി രാജിവെച്ച് പോയാൽ എബിക്ക് പ്രസംഗിക്കാൻ പോലും അറിയത്തില്ല. ഞങ്ങൾ ഇവിടെ ഉള്ളവര്, പ്രസംഗിക്കാൻ അറിയാവുന്നവര് പോലും ജോലി രാജിവെച്ചൊന്നും പോകുന്നില്ല. ചിന്തിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. വേറൊരാള് പറഞ്ഞു പപ്പായോട്, പോവാണ്, ധൃതിയൊക്കെ പിടിച്ചു പോവാ, എന്നേലും ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയണം, തിരിച്ചു കയറി വരണം. ഞാൻ വളരെ താഴ്മയോട് പറയാം, ദൈവം ആർക്കും കടക്കാരനുമല്ല, വിശ്വസ്തനായി കൂടെ ഇരിക്കും. എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് കുവൈറ്റിനെക്കാട്ടി സമൃദ്ധിയോടെ അല്ല. ഒരു പക്ഷെങ്കിൽ കുവൈറ്റിൽ ജീവിച്ചായിരുന്നെ കുറച്ചുകൂടെ പണം കണ്ടേനെ. സാക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ കഴിയുന്ന ആ ഒരു അനുഭവത്തിന്റെ സന്തോഷത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പണമല്ല അവിടെ വിഷയം. ആഹാരം കഴിക്കണം, വസ്ത്രമിടണം, അസറ്റ്സോ ഇൻവെസ്റ്റ്മെന്റോ അല്ല അവിടെ കാര്യം. ഞാൻ ഒരിക്കൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഞാൻ എന്ത് നേടി എന്നത് ഭൗതിക തലത്തിലല്ല ചോദ്യം വരുന്നത്. ദൈവത്തിന്റെ ഹിതം അനുസരിക്കാനുള്ള ഒരു
ചിന്ത, ഇച്ഛാധാര ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. യാക്കോബ് അതല്ലേ മുഷിഞ്ഞ വസ്ത്രം എന്ന് പറയുന്നത്. സകല അഴുക്ക്, എന്തഴുക്ക, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഇമ്മോറാലിറ്റി ഒന്നും അല്ലിത്. ഒരു സൈഡിൽ കൂടെ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു തലമുടിയുടെ നീളമോ താടിയോ വസ്ത്രത്തിന്റെ കളറോ, വിൽ ബി വെരി വെരി കെയർഫുൾ. ദാറ്റ്സ് ഗുഡ്. എക്സ്റ്റേണൽ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തെറ്റല്ല. അതോടൊപ്പം ഈ കൺവെൻഷനിൽ ശ്രദ്ധിക്കണമേ, എക്സ്റ്റേണലിൽ നമ്മൾ ഈ എത്രമാത്രം അതിനോടൊപ്പം മോഹം എന്നിൽ ഗർഭം ധരിച്ച് പാപം പ്രസവിക്കുന്നുണ്ടോ? ഇവിടെ ഈ പറയുന്ന നമ്മൾ ഈ 1:21 എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യം എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാം അവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്? വിട്ടു വന്ന സമയത്തെ ദുഷ്ടതയുണ്ടല്ലോ. നമ്മളെല്ലാവരും, അതാ ഞാൻ പിന്നെ ആദ്യം ഓർപ്പിച്ച ഒരു കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കാം. പെന്തക്കോസ്റ്റിൽ ജനിച്ചു വളരുന്നവർക്ക് പലപ്പോഴും ദുഷ്ടതയിൽ നിന്ന് തിരിയുന്ന ഒരു എൻകൗണ്ടർ പലർക്കും ഉണ്ടായിട്ടില്ല. എന്നാൽ ഫ്രഷ് ആയിട്ട് വിശ്വാസത്തിൽ വന്നവർക്കറിയാമല്ലോ, അയ്യോ ഞാൻ നേരത്തെ അങ്ങനെ ജീവിച്ച വ്യക്തിയാ. യാക്കോബ് പറയുന്ന ദുഷ്ടതയുടെ ആധിക്യം എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടാൻ കൈപൊക്കി മുങ്ങിപ്പൊങ്ങിയെങ്കിലും നമ്മൾ വിട്ടുവന്നത് ഭയങ്കര ആധിക്യമുള്ള ഒരു അനുഭവമാണ്. അത് ഒറ്റ ദിവസം കൊണ്ട് പോകുന്നതല്ല. ദുഷ്ടതയുടെ ആധിക്യം എന്ന് പറഞ്ഞാൽ ഈ മോഹത്തിന്റെയും ഈ കഷ്ടത നന്മയെന്ന് കാണാൻ ഒക്കാത്തതും ഈ ധനികനാകാനുള്ള ആഗ്രഹവും ഈ പറയുന്ന ലോകസ്നേഹവും ലോകത്തിന്റെ കളങ്കം എന്നൊക്കെ പറയുന്നത് ആ ദുഷ്ടതയുടെ ആധിക്യം അത്രമാത്രമാണ്. നിങ്ങളല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ നാട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ അങ്കിളോ ആന്റിയോ ബ്രദറോ സിസ്റ്ററോ നമ്മുടെ മനസ്സിലിരിക്കുന്നത് എന്തുവാ? അവരെ കാട്ടി നല്ലൊരു വീട് വെക്കണം, ദൈവനാമം മഹത്വപ്പെടട്ടെ. അവരെ കാട്ടി നല്ല കോളേജിൽ എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാത്തിനും കൂടെ വെച്ചിരിക്കുന്ന ദൈവനാമം മഹത്വമാ. പക്ഷെ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്റെ ഹൃദയം മാറിയിട്ടില്ല. ഞാൻ ഇതിനാണ് ഇന്നും വില കൊടുക്കുന്നത്. പഠിക്കട്ടെ, എല്ലാരും നല്ലായി പഠിക്കണമെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു പദപ്രയോഗമുണ്ട്, ഇഫ് വി ഗിവ് സെക്കൻഡ് ബെസ്റ്റ് ടു ഗോഡ് ഇറ്റ് ഈസ് ആൻ ഇൻസൾട്ട് ടു ഹിസ് മജസ്റ്റി. ഉള്ള യൂത്ത്സ് ആയിട്ടുള്ള ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സ്റ്റഡി വെരി വെൽ. ഇഫ് യു ആർ നോട്ട് സ്റ്റഡിങ് വെൽ, യു ആർ മിസ്സിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി. God has given you opportunity. Parents are there. They can afford sending you to good university. Praise God. മറ്റു പലയിടത്തും അത് സാധിക്കുന്നില്ല. എന്നാൽ നിങ്ങളായിരിക്കുന്ന ദേശത്ത് maybe your dad and mom will be able to send you to the best college. Study very well. പക്ഷേ മനസ്സിലാക്കണം, ദൈവനാമം മഹത്വപ്പെടുന്നത് ഫസ്റ്റും റാങ്കും വാങ്ങിക്കുമ്പോൾ മാത്രമല്ല, അത് ലോക മനുഷ്യനും വാങ്ങിക്കും. കണ്ണു ചുറ്റുമെന്ന് നോക്കിയാൽ മതി ആരൊക്കെയാ വാഴുന്നതെന്ന്. ദൈവനാമം മഹത്വപ്പെടുന്നത് എന്റെ റാങ്കിൽ മാത്രമല്ല, ദൈവനാമം മഹത്വപ്പെടുന്നത് സ്വഭാവ രൂപീകരണത്തിലാണ്. ആ ഹോസ്റ്റലിലെ ജീവിതത്തിന്റെ വ്യത്യസ്തതയിലാണ്. അതല്ലേ ഇവിടെ പറയുന്നത്. ഈ മുഷിഞ്ഞ വസ്ത്രം, ആ അഴുക്ക്, ദൈവഹിതം തിരിച്ചറിയാൻ ഒക്കാത്ത അഴുക്ക്, ദുഷ്ടതയുടെ ആധിക്യം എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടു വന്നിട്ടും എന്നെ പിന്തുടരുന്ന പവർഫുള്ളായ ഒരു ആധിപത്യം, ലോകത്തിന്റെ ഒരു ആധിപത്യം. പലരും പറയുന്നത് ഇത് യാക്കോബിന് കിട്ടിയത് സെക്കറിയ പ്രവാചകൻ 3-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പറഞ്ഞതിൽ നിന്നായിരിക്കുമെന്നാണ്. എന്തുവാ സെക്കറിയ 3:3-4 പറയുന്നത്? എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവീൻ. പുരോഹിതൻ ഇത് ചേർന്നതല്ല ഈ മുഷിഞ്ഞ വസ്ത്രം. യാക്കോബ് പറയുക, എന്റെ വിശ്വാസികളെ, ദൈവം നിങ്ങളെ ലോകത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് ലോകക്കാരെ പോലെ ജീവിക്കാനല്ല, അവരെ പോലെ ചിന്തിക്കാനല്ല, അവരെ പോലെ പെരുമാറാനല്ല, അവരെ പോലെ സംസാരിക്കാനല്ല, അവരെ പോലെ ധനത്തിന്റെ പുറകെ പോകാനല്ല, അവരെ പോലെ പുകഴാനല്ല.
ആ മുഷിഞ്ഞ വസ്ത്രം ഒന്ന് ഊരാമോ? എന്നിട്ട്, കാരണം ഇതിന് തുല്യമായി വാസ്തവത്തിൽ കാണാം 4-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിലും. ഈ 1:21 കണ്ട ദുഷ്ടതയുടെ ആധിക്യം വിടണമെന്ന് യോശുവ പുരോഹിതനോട് പറയുന്നത് പോലെ, ആ മുഷിഞ്ഞ വസ്ത്രം മാറണമെന്ന് പറയുന്ന പോലെ, അതിന് സമമായി നമ്മൾ രാജകീയ പുരോഹിത വർഗമല്ലേ? അതിന് ചേർന്ന ഒരു പദപ്രയോഗമാണ് 4:8 എന്നാൽ അവൻ ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. അടുത്ത വാക്ക് ശ്രദ്ധിക്കണേ, വിശ്വാസികളോട് പറയുക. പാപികളെ, വിശ്വാസികളെ എങ്ങനെ പാപികളെ എന്ന് വിളിക്കാൻ ധൈര്യപ്പെടുന്നു? കാരണം ലോകത്തോട് ഇഴപഴകി ജീവിക്കുന്നവരെ പിന്നെ എന്ത് വിളിക്കാം? പാപികളെ. അടുത്ത വാക്ക്, കൈകളെ വെടിപ്പാക്കുവിൻ. കൈ കഴുകണം. റിച്വലിസ്റ്റിക് ലാംഗ്വേജ് ആണ് ഈ കൈ കഴുകുക എന്നൊക്കെ വരുന്നത്. സംഖ്യാപുസ്തകം 31:23 ശുദ്ധീകരണ ജലമെന്നും, 2 ക്രോണിക്കൾസ് 2 ദിനവൃത്താന്തം 29:15 വിശുദ്ധീകരിച്ച് വെടിപ്പാക്കുന്നു. ഇതെല്ലാം പുരോഹിതന്മാരോട് ചേരുന്ന വാക്കുകളാണ്. മുഷിഞ്ഞ വസ്ത്രം ഊരുക. ആരെ പോലെ? യോശുവ പുരോഹിതനോട് പറയുന്നത് പോലെ ഊരണം. കൈ കഴുകണം. ആരെ പോലെ? ലേവ്യ പുരോഹിത വർഗത്തിൽ വന്നവരോട് വിശുദ്ധീകരണത്തെ കുറിച്ച് പറയുന്ന വാക്കുകളായിരിക്കും യാക്കോബിന്റെ മനസ്സിൽ. ഇതിന്റെയൊക്കെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ അത് കൂടുതലായിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ഞാനൊരു സാധാരണ വിശ്വാസിയാണ്. അവരൊക്കെ ഇങ്ങനെ പലരും പറഞ്ഞ, ഞാൻ പ്രസംഗിക്കുന്നു, പാടുന്നു, ഞാനൊരു സാധാരണ വിശ്വാസിയാണ്. പ്രിയ ദൈവമക്കളെ, സാധാരണ വിശ്വാസി എന്ന് പറയുന്ന ഒരു തസ്തികയില്ല. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. നമ്മുടെ വസ്ത്രം ഈ വെള്ള മാത്രമല്ല, നമ്മുടെ ഈ 1:21 കാണുന്ന ഒരു വെടിപ്പ് നമ്മുടെ ഹൃദയത്തിനും, 4:8 കാണുന്ന ഒരു വെടിപ്പ് കൈക്കും, നമ്മുടെ ഹൃദയവും സ്വഭാവവും മാറുന്നൊരു പുരോഹിതൻ. നമ്മുടെ എല്ലാ കുടുംബങ്ങളും, നമ്മുടെ ഫാമിലി പ്രയർ അങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഞങ്ങളുടെ മോഹത്തെ ഒന്ന് മാറ്റണമേ, ഞങ്ങളുടെ ധനത്തോടുള്ള വാഞ്ചെ ഒന്ന് കഴുകണമേ ദൈവമേ. 4:8 പറയുന്നത് കേൾക്കണേ, കൈകളെ വെടിപ്പാക്കുവീൻ ഇരുമനസ്സുള്ളവരെ. എന്തുവാ ഈ ഇരുമനസ്? ഇരുമനസ്സെന്ന് പറഞ്ഞ, ഒരു വശത്ത് ദൈവം വേണം, ഒരു വശത്ത് ലോകവും വേണം. എനിക്ക് ദൈവഹിതവും വേണം, എന്റെ ഹിതവും വേണം. ഇരുമനസ്സുള്ളവരെ. അടുത്തത്, ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. 2 വാക്കുകൾ അവിടെ ഒരുമിച്ച് വന്നു. ഏതൊക്കെയാ? വെടിപ്പാക്കണം, ശുദ്ധീകരിക്കണം. 1:21 വസ്ത്രം, അഴുക്കും ദുഷ്ടതയും വിടണം, പുട്ട് ഓഫ്. അതുപോലെ ഇവിടെ പറയുക, കൈകൾ വെടിപ്പാക്കണം, ഹൃദയം ശുദ്ധീകരിക്കണം. ഇതെല്ലാം, ദിസ് ഇസ് ഓൾ കണക്റ്റഡ് ടു ഒരു പുരോഹിതൻ വെടിപ്പാക്കി ശുദ്ധീകരിച്ച് വസ്ത്രമൂരി പുതിയ വസ്ത്രം ഇടുന്നത് പോലെ ചർച്ചിലുള്ള എല്ലാ യൗവനക്കാരും ഹൃദയം ഒന്ന് കഴുകി, കൈകൾ വെടിപ്പാക്കി, ദുഷ്ടതയുടെ ആധിക്യത്തെ ഒന്ന് മാറ്റി മുമ്പോട്ട് വരുന്നതിനെ വിളിക്കും. ഇത് ആത്മീകരുടെ കൂട്ടമാണ്. നോക്കണമേ, ശ്രദ്ധിക്കണമേ. ഈ 1:21 ഞാൻ നിങ്ങളെ മടക്കി കൊണ്ടുപോവാണ്. യാക്കോബിന്റെ പാസ്റ്ററുടെ പ്രശ്നം എന്താണെന്നറിയോ? ചർച്ചിൽ ആളില്ലാത്തതല്ല. ഇന്ന് നമ്മൾ പറയുന്ന പോലെ 2nd ജനറേഷനും 3rd ജനറേഷനും 4th ജനറേഷനും എല്ലാമായി. പക്ഷെ ഇല്ലാത്തത് വഞ്ചിക്കപ്പെട്ട് കിടക്കുക. ഞാൻ കാണിച്ചില്ലേ 1:16 വഞ്ചന, പിന്നെ 2 പ്രാവശ്യം എന്തോ വഞ്ചന? എനിക്കൊരു കുഴപ്പമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്റെ ഹൃദയം വെടിപ്പായിട്ടില്ല, എന്റെ കൈകൾ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, ദുഷ്ടതയുടെ ആധിക്യത്തെ ഞാൻ വിട്ടിട്ടില്ല. 1:21 ശ്രദ്ധിക്കണം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യം വിട്ട്, അടുത്തത് ശ്രദ്ധിക്കണേ, വിശ്വാസികളോട് പറയുന്നത് ശ്രദ്ധിക്കണം, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും
ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവേ. 3 കാര്യങ്ങളാണ് വേഗത്തിൽ അടുത്ത 10-15 മിനിറ്റിൽ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നത് ഈ വാക്യത്തിൽ നിന്ന്. വാസ്തവത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതെന്തുവാ അവിശ്വാസികളോട് പറയുന്നത് പോലെ പറയുന്നത്, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാനെന്ന്. ഇവര് രക്ഷപ്പെട്ടവരല്ലേ? ഇവര് രക്ഷിക്കപ്പെട്ടവരാണല്ലോ. എങ്ങനെ അറിയാം? 1:1 തന്നെ പറയുന്നുണ്ടല്ലോ, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾ. ദൈവസഭയെ സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ് റെസ്റ്റോർഡ് ഇസ്രായേൽ. വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ആയ ദൈവസഭയെ സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഇത്. എഴുതിയിരിക്കുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വന്ദനം. ഇത് വിശ്വാസികൾക്ക് എഴുതിയതാണ്. പിന്നെന്താ ഇവിടെ പറയുന്നത്? നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള ഒരു കാര്യം ശ്രദ്ധിക്കണമേ. വിശ്വാസിയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവര് വിശ്വാസികളായിട്ടില്ല. അവര് ചുമ്മാ മുങ്ങിപ്പൊങ്ങി എന്നുള്ളത് ശരിയാണ്. എന്തൊക്കെയോ ബൈബിൾ എടുത്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ശരിയാണ്. ഒരു വിശ്വാസിയോ അവിശ്വാസിയോ നമ്മൾ കോൺട്രാസ്റ്റ് എത്രമാത്രമാണെന്ന് 1:16 18 കാണാം. 1:15 18 എഴുതി വെക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണമേ. 1:15 1:18. എന്തുവാ വ്യത്യാസം? വ്യത്യാസം ഇതാ കേട്ടോ. 15 മരണം, 18 ജീവൻ. അത്ര വ്യത്യാസമാണ്. മോഹം ഗർഭധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പിന്നെ പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഡെത്താ വരുന്നത്. മോഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മരണം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം ഇല്ല, നിത്യമായി നഷ്ടപ്പെടുന്നു. അതിന് കോൺട്രാസ്റ്റ് ചെയ്യുന്ന, അതിനെതിരായിട്ടുള്ളതല്ലേ 18 നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. 15 മരണം, 18 ജനനം. വേറൊരു രീതിയിൽ ചിന്തിക്കരുതോ? യാക്കോബ് പറയുന്നത് 2 ജനനമാണ്. മോഹം ഗർഭം ധരിച്ച എന്തോ ജനിക്കും? പാപം പ്രസവിക്കും. വചനം ഗർഭം ധരിച്ചാൽ ആര് ജനിക്കും? ആത്മീകൻ ജനിക്കും. ഈ 2 ജനനം നമ്മുടെ കൂടിവരവുകളിൽ എന്താ ജനിച്ചിരിക്കുന്നത്? മോഹം ഗർഭം ധരിച്ച് പാപം പ്രസവിച്ച മരണത്തിന് വിധിക്കപ്പെട്ട കുറെ പേരാണോ, അതോ ജീവൻ ലഭിച്ച്? എങ്ങനെ ജനിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്? സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. മരണത്തിനും മോഹത്തിനുമല്ല, പിതാവിനോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരു ജനനം. There are 2 births. One results in more of world. The other one is completely against. One is world. The other one is God. 2 ജനനം. ഏത് ജനനമാ പ്രിയ ദൈവമക്കളെ നമുക്ക് ലഭിച്ചത്? നമുക്ക് ലഭിച്ച ജനനം നമ്മളെ ദൈവത്തോടാണോ? ഡെസ്പറേറ്റ്, ലാസ്റ്റിൽ കിടക്കുന്നതിന്റെ അവസാന നിമിഷവും ഓരോ രാത്രി ദൈവഹിതമൊന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ, രാവിലെ എഴുന്നേൽക്കുമ്പോ ദൈവഹിതമൊന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ, ആ ജനനം മോഹത്തിന്റെ ഗർഭമല്ല, അത് വചനത്തിന്റെ ഗർഭമാണ്. അത് കെടാത്ത ബീജമാകുന്ന ദൈവവചനത്താൽ ജനിച്ചത് കൊണ്ടാണ് ദൈവഹിതം അറിയാനുള്ളൊരു വ്യഗ്രതയും ആകാംക്ഷയും. അതല്ലേ ഇവിടെ പറയുന്നത് 21. ഉൾനട്ടതുമായ വചനം എന്ന് പറഞ്ഞാൽ വചനത്താൽ ജനിച്ചാ മാത്രം പോരാ. ഇന്ന് പെന്തക്കോസ്തിൽ കൂടുതലും ഒരു പക്ഷെങ്കിൽ 1:18 വായിക്കുമ്പോ അവര് പറയും, ശരിയാ, സത്യത്തിന്റെ വചനത്താൽ ഞാൻ ജനിച്ചിരുന്നു 18 വർഷം മുമ്പ്. എന്നാൽ ഇന്ന് ഉൾനട്ട വചനം കേൾക്കുന്നുണ്ടോ? അവിടാണ് പ്രശ്നം. ഈ വചനത്തോടുള്ള സമീപനം കാണുമ്പോ അറിയാം ആള് ജനിച്ചിട്ടുണ്ടോ എന്ന് തന്നെ. എനിക്കിപ്പോ 3 കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. അവരപ്പുറത്തെ മുറിയിൽ ശാന്തമായിട്ട് ഉറങ്ങുകയാണ്. ഇവിടെ ഇപ്പം 11 മണിയായി, നിങ്ങൾക്ക് അറിയാമല്ലോ. 2 വയസ്സുള്ള ട്വിൻസും 1 വയസ്സുള്ള 3ാമത്തെ ആളും.
പാലിന് വേണ്ടി കരയാൻ അവരെ പഠിപ്പിക്കണ്ട, അഭ്യസിപ്പിക്കണ്ട. ദൈവവചനത്തോടുള്ള സമീപനം 1 പത്രോസ് 2:1 ഇത് തന്നെയാ പറയുന്നത്. രക്ഷയ്ക്കായി കാംക്ഷിക്കാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഇത് തന്നെയല്ലേ യാക്കോബ് പറയുന്നത്? ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള. എവിടാ ഈ ശക്തി ഇരിക്കുന്നേ? ഇന്ന് പലയിടത്തും ഏറ്റവും നിഗ്ലക്റ്റഡ് അല്ലേ ദൈവവചന ശുശ്രൂഷ? ദൈവവചന ശുശ്രൂഷ എന്ന് പറഞ്ഞ് കളിയും തമാശയും പറയുന്നവർ വിധയുണ്ട്, കഥാപ്രസംഗം നടത്തുന്നവരുണ്ട്. ചിലപ്പോ പറയുന്നതാണ് ആൾക്കാര്, നല്ല രസമായിരുന്നു, ചിരിക്കാനൊത്തു, കുറെ ചിരിക്കാൻ, ബോറടിപ്പിച്ചില്ല പാസ്റ്റങ്ങള്. ബോറടിപ്പിക്കാതിരിക്കുന്നതല്ല വചനം, കുറെ ഇക്കിളിയിടുന്നതല്ല ദൈവത്തിന്റെ വചനം. എന്നെ രക്ഷിപ്പാൻ, ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള ഉൾനട്ട വചനം. എന്നെ വീണ്ടും ജനനത്തിലേക്ക് നയിച്ചത് സത്യത്തിന്റെ വചനമാണെങ്കിൽ ആ വചനം എവിടെ പോയി ഇപ്പം? ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ഇതൊരു യൂത്ത് മീറ്റിംഗൂടാണല്ലോ. ബൈബിള് വായിക്കാത്തവരായിട്ട് ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ പ്ലീസ് ചെക്ക്. മുഷിഞ്ഞ വസ്ത്രമാണോ, ഗന്ധം സുഗന്ധമാണോ, അത് അപ്പ അറിയാം. ഇത് കൂടുതലെങ്കും പോണ്ട. ദൈവവചനം, ഉൾനട്ട വചനം. ജനനം കറക്റ്റ് ആണെങ്കിൽ ഈ വചനത്തോട് ഭയങ്കര സ്നേഹമായിരിക്കും. എന്നാൽ ഇന്ന് പലർക്കും ഏറ്റവും ബോറിംഗ് ബുക്കാണ് ദൈവത്തിന്റെ വചനം. വചന ശുശ്രൂഷയുടെ സമയത്ത് ഇരുന്ന് ഉറങ്ങുന്നവരെ കാണാം. വചന ശുശ്രൂഷ സമയത്ത് കോട്ടുവാ വിടുന്നവരെ കാണാം. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അലസമായിട്ടിരിക്കുന്നവരെ കാണാം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ട കാര്യം ധനത്തെക്കാളോ പ്രശസ്തിയെക്കാട്ടിലോ മോഹത്തെക്കാട്ടിലോ, അയ്യോ എന്നിൽ ഉൾനട്ട വചനമില്ലാതെ എനിക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. ഇന്നത്തെ ദിവസം എന്നോട് സംസാരിക്കണമേ ദൈവമേ. ഓരോ ദിവസവും എഴുന്നേറ്റ് ഇന്ന് അങ്ങയുടെ ഹൃദയം അറിയാനായി വചനത്തിന്റെ ഒരു ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. അതില്ല എങ്കിൽ അവിടെ അഴുക്ക് പിടിച്ചെന്ന്, അതില്ല എങ്കിൽ ദുഷ്ടതയുടെ ആധിക്യത്താൽ ഞാൻ കീഴ്പ്പെട്ടു പോയെന്ന്. എന്നിൽ ഉൾനട്ട ദൈവത്തിന്റെ വചനം, എന്നിലേക്കൊരു വിത്ത് പോലെ ഇറങ്ങിയ വചനം, എന്നെ വീണ്ടും ജനനത്തിലേക്ക് നയിച്ച വചനം. ഒരു കാര്യമുണ്ട് കേട്ടോ. ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, 2 ജനനമാണിത്. ഏത് ജനനമാണെന്ന് ജീവിതം കാണുമ്പോൾ അറിയാം. ഒന്നീ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ച് നടക്കുക, അല്ലെങ്കിൽ സത്യവചനത്താൽ ഒരു ജനനം നടന്ന് വിശുദ്ധമായ അനുഭവത്തിൽ വചനത്തെ സ്നേഹിച്ചുകൊണ്ട് നടക്കുക. രണ്ടാമത് ഈ വാക്യത്തിൽ ഞാൻ കാണുന്നത് ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള ഉൾനട്ടതുമായ വചനം. ഞാൻ ഈ മീറ്റിങ്ങിനായി ഒരുങ്ങിയപ്പോ ഇന്ന് രാവിലെ മുതൽ എൻ്റെ ഹൃദയത്തിൽ വാദിച്ചുകൊണ്ടിരുന്ന ഒരു പദപ്രയോഗമാണ് ഉൾനട്ടതുമായ വചനം. ഞാൻ എന്തോ ചെയ്ത വചനത്തിൽ? വീട്ടിലൊരു ചെടി കൊണ്ടുവച്ചാൽ വെള്ളമൊഴിക്കണം, ഇത് കൊടുക്കണം. എടാ, ഉൾനട്ട വചനം, എന്നിലോട്ട് ഇറങ്ങി വന്ന വചനം. ആ വചനത്തെ ഞാൻ കെയർ ചെയ്തോ? നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റാ വന്നായിരുന്നെങ്കിൽ 2 ദിവസത്തേക്ക് ടു മേക്ക് ഹിം കംഫർട്ടബിൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ വേറെ ബെഡ്റൂമിൽ വേണേ പോയി കിടക്കും, പാവിരിച്ച് തറയിൽ കിടക്കും. ലെറ്റ് ഹിം ഹാവ് എ ഗുഡ് ടൈം, ഫീൽ അറ്റ് ഹോം. നമ്മളിൽ ഉൾനട്ട ദൈവത്തിന്റെ വചനത്തെ കാണാതെ പോയിട്ടുണ്ടോ? നമ്മൾ കേൾക്കാതെ പോയിട്ടുണ്ടോ? മറുതലിച്ചിട്ടുണ്ടോ? കോപിച്ചിട്ടുണ്ടോ? അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ അതിനെതിരെ? ഈ വാക്യത്തിൽ പറയുന്നതേ ഉൾനട്ടതുമായ വചനം. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. അതാ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്. 1, ജനനം ശ്രദ്ധിക്കണം. 2, സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എന്തിനാണ് ആ വാക്ക് സൗമ്യത എന്നുള്ള വാക്ക്? പലർക്കും അനുതാപത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തത് എന്താണെന്നറിയാമോ? ഞാൻ എന്തോ ആയെന്നുള്ള ഒരു ചിന്തയാണ്, നിഗളമാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു, സ്നാനപ്പെട്ടു എന്ന് പറയുന്നു, ഇനി ഞാനെന്തോ മാറാനാ? ഇത് കേൾക്കേണ്ടവർ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടില്ല. അവരൊന്നും വന്നായിരുന്നേ കൊള്ളായിരുന്നു. എടാ, എന്നോട് സംസാരിക്കുന്ന വചനം, അതിന് സൗമ്യത എനിക്ക് ആവശ്യമാണ്. ഇന്നത്തെ ദിവസം ഈ രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ
ഉൾനട്ട വചനം സ്വീകരിക്കാനായി വി നീഡ് ഹ്യൂമിലിറ്റി. ദൈവവചനം കൈക്കൊള്ളാനായി അതിന് വാസ്തവത്തിൽ നോക്കിയാലേ ഈ 20-ാമത്തെ വാക്യത്തിൽ കോപത്തെ കുറിച്ചാണ് പറയുന്നത്, 1:20. ആ കോപത്തിന്റെ നേരെ ഓപ്പോസിറ്റാ 21-ൽ സൗമ്യതയോടൊന്ന് കൈക്കൊള്ളണം. ആരാ ഈ സൗമ്യത എന്ന് പറഞ്ഞാൽ? എ ട്രൂ എസ്റ്റിമേറ്റ് ഓഫ് വൺ സെൽഫ്. ഞാൻ ആകേണ്ടതുപോലെ ആയിട്ടില്ല. ഈ പറഞ്ഞതുപോലെ കഷ്ടതയിൽ സന്തോഷിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. മോഹത്താലാണ് ഞാൻ ഈ നയിക്കുന്ന മൊത്തം. ലോകസ്നേഹം, ലോക കളങ്കം 1:27 വന്നുപോയി. വ്യഭിചാരണികളായുള്ളവേ 4:4. എന്റെ കൈകളും ഹൃദയവും ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞിട്ടില്ല. ലോകവും ദൈവവും കൂടി ഇങ്ങനെ ഒരുമിച്ച് പോകുന്ന ഒരു അനുഭവമാണ്. ആ സൗമ്യത ഉണ്ടല്ലോ, അത് ഉൾക്കൊള്ളാൻ ഇതെന്നോടായിരുന്നു ഈ വചനം. ഈ വെർച്വൽ കൺവെൻഷന്റെ ആദ്യ ദിവസം ഇതെന്നോട് പറയാൻ ദൈവം ആ കർത്തൃദാസനെ ഏൽപ്പിച്ചൊരു വചനമാണ്. അതാ സൗമ്യത. സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? 3:13 മുതലുള്ള വാക്യങ്ങൾ. പല വിശ്വാസി സമൂഹത്തിന്റെയും പ്രശ്നം അതാണ്. 3:13 ഇങ്ങനെയാ പറയുന്നത്: നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? ഒരു ചോദ്യമാണ്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം, നിങ്ങളിൽ ആത്മീകൻ ആർ? യാക്കോബ് പറയാ, ഹൂ ഈസ് സ്പിരിച്വൽ പേഴ്സൺ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ. പിന്നെയും പറയുക, സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ പിന്നെയും പറയുക, സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. 14-ാം വാക്യം: എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യയും. എന്തുവാ കൈപ്പുള്ള ഈർഷ്യം എന്ന് അറിയാമോ? എൻവി. ധനികനെ കാണുമ്പോ എനിക്കങ്ങനെ ആകാൻ ഒക്കാത്തതിലുള്ള ആ അമർഷം, പിന്നെ അത് അങ്ങ് കുറ്റം പറച്ചിലും പരിഭവവും. വീട്ടിൽ വന്നിരുന്നു, അയ്യോ എന്നാലും അന്ന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിരുന്നു, അന്നങ്ങ് മൈഗ്രേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇതെല്ലാം വന്നത് ആരോ മൈഗ്രേറ്റ് ചെയ്തു. എനിക്കതുപോലെ ആകാൻ ഒക്കുന്നില്ല. ആരെയോ പോലെ ആകാനുള്ള ഒരു ശ്രമം. അവരൊക്കെ അങ്ങ് പോയി, നമ്മളിവിടെ ആയിപ്പോയല്ലോ. നമ്മൾ ഇങ്ങനെ അങ്ങ് എന്തോ അതിനൊക്കെ ഓരോ ഭാഷയുണ്ട്. നമ്മൾ ബ്രാക്കറ്റ് പീരീഡിലാണെന്നോ, നമ്മൾ ഇങ്ങനെ അങ്ങ് കെട്ടപ്പെട്ടെന്നോ, ഇതൊക്കെ ഉണ്ട്. ആ മനസ്സിൽ നിന്ന് വരുന്ന ഒരു കൈപ്പുള്ള ഈർഷ്യ ആരോടോ ഉള്ളതാ. അവരങ്ങ് അമേരിക്കയിൽ പോയി, അവരങ്ങ് ഓസ്ട്രേലിയ പോയി, നമ്മളിപ്പോഴും ഇങ്ങനെ കിടന്നു പോയല്ലോ, നിന്നു പോയല്ലോ. ഇത് നോക്കണേ, നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യവും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കാതെ. എന്ന് പറഞ്ഞാൽ എന്താ? സത്യത്തിന് വിരോധമായി പ്രശംസിക്കാന്ന് പറഞ്ഞാൽ എന്തോ വാസ്തവത്തിൽ സത്യം ജീവിതം ഇന്ന് ശരിയായിട്ടില്ല, അതാ സത്യം. ഇപ്പോഴും ഹൃദയത്തിൽ ഈ മറ്റുള്ളവരെ വെച്ച് അവരുടെ മേളിൽ കയറണം, ഇതാ ഹൃദയത്തിൽ സത്യം. അതാ ട്രൂ കണ്ടീഷൻ ഈസ് ഐ ആം നോട്ട് ലൈക്ക് ക്രൈസ്റ്റ്. പക്ഷെ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുമ്പിൽ പറയുന്നത് വേറൊന്നാണ്, ഞാൻ കാണിക്കുന്നത് വേറൊന്നാണ്. 1:21 ഇതാ പറയുന്നത്: വചനം കൈക്കൊള്ളണമെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുന്നവർക്ക് ഒരിക്കലും വചനം കൈക്കൊള്ളാൻ കഴിയത്തില്ല. വചനം കൈക്കൊള്ളണമെങ്കിൽ സൗമ്യത വേണം. ഈ സത്യം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. നമ്മളെക്കുറിച്ചുള്ള സത്യം, നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളുടെ സത്യം. മൂന്നാമതും അവസാനവുമായിട്ടും പറയാൻ താല്പര്യപ്പെടുന്നത്, ശ്രദ്ധിക്കണേ, 1:21 ഒന്നുകൂടെ വായിക്കുന്നു: ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ അക്സെപ്റ്റ് ചെയ്യണം. ദൈവസന്നിധി പറയണം, സൗമ്യതയോട് പറയണം. സത്യത്തിന് വിരോധമായി പ്രശംസിക്കാതെ സൗമ്യതയോട് പറയണം, യെസ്, ഞാൻ മാറേണ്ടതുണ്ട്. ഞാൻ എൻ്റെ കൺമുമ്പിൽ ഈ ധനം മാത്രമേ വരുന്നുള്ളൂ പാസ്റ്ററെ. പ്രവചനം കേൾക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എന്റെ കുറവിനെ കേൾക്കാനല്ല. ഞാൻ നാളെ ഏത് രാജ്യത്തോടാ പോകുന്നത്, ഇതാ പാസ്റ്ററെ എന്റെ കണ്ണിന്റെ മുമ്പിൽ മൊത്തം.
ഞാൻ കാണുന്നത് മുഴുവൻ എത്തിഹാദും കുവൈറ്റ് എയർവേസും ഖത്തറും പാസ്റ്ററെ. എന്റെ കണ്ണ് മൊത്തം എങ്ങനെയോ ഭൗതികമാ പാസ്റ്ററെ. എനിക്ക് നിത്യതയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല പാസ്റ്ററെ. ഞാൻ കുഞ്ഞുങ്ങളെ കാണുമ്പോ ഞാൻ കാണുന്ന മുഴുവൻ അവരെന്നെക്കാട്ടി വലുതാകുന്ന പാസ്റ്ററെ. പക്ഷെ അവര് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കാണാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ കണ്ണിന് എന്തോ പറ്റി. ഓ, ആ സൗമ്യതയോടെ ഒന്ന് അടുത്ത് ചെന്നാൽ എന്തോ സംഭവിക്കും? അടുത്ത് ചെന്നാൽ ആ 18-ാം വാക്യത്തിൽ 1:18 അതിന്റെ സൂചനയുണ്ട്. സൗമ്യതയോടെ വചനം കൈക്കൊള്ളുന്നുവെങ്കിൽ നമ്മളെ ദൈവം ആരാക്കാനാണെന്നറിയാമോ പദ്ധതി ഇട്ടിരിക്കുന്നത്? സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന്. എന്തുവാ ഈ ആദ്യ ഫലം സൂചിപ്പിക്കുന്നത്? ഒരു വ്യത്യസ്ത ഹ്യൂമാനിറ്റി, ഒരു വ്യത്യസ്ത മനുഷ്യർ. ആ ആദ്യ ഫലമായി വിശ്വാസിയെ അവതരിപ്പിക്കുന്നത് ഇനി ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടാകണം. എങ്ങനെയുള്ള? മോഹത്താൽ പിടിക്കപ്പെടാത്ത മനുഷ്യർ, ധനവാനെ കാണുമ്പോൾ കൂടുതൽ മമത കാണിക്കാത്ത മനുഷ്യർ, എല്ലാരെയും ഒരുപോലെ കാണുന്ന, നുണയും കൊതിയും പറഞ്ഞ് ഈർഷ്യ ഉണ്ടാക്കാത്ത, ശണ്ടയും കലഹവും ഉണ്ടാക്കാത്ത. വാസ്തവത്തിൽ ഞാൻ വായിക്കേണ്ട പലതും വായിച്ചിട്ടില്ല. 5ന്റെ 1 വായിച്ചാൽ നമുക്ക് പ്രയാസം ഉണ്ടാവും, ശരിക്കും പ്രയാസം ഉണ്ടാവും. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവീൻ എന്നൊക്കെ പറയാൻ കാര്യം, ചർച്ച് പിടിക്കപ്പെട്ടു മെറ്റീരിയലിസത്തിൽ, ചർച്ച് പിടിക്കപ്പെട്ടു ഹിപ്പോക്രസിയിൽ. ഇല്ലാത്തതൊന്ന് വെളിയിൽ കാണിക്കുന്നു. മെറ്റീരിയലിസത്താൽ പിടിക്കപ്പെട്ട് ഹിപ്പോക്രസിയാൽ നയിക്കപ്പെട്ട് ഇങ്ങനെ പോകുകയാ. അവിടെയാ യാക്കോബ് പാസ്റ്റർ പറയുന്നത്, കമോൺ, വെടിപ്പാക്കണം, ഹൃദയങ്ങൾ ശുദ്ധീകരിക്കണം, അഴുക്കിനെയും ദുഷ്ടതയുടെ ആധിക്യത്തെയും വിട്ട് നമ്മുടെ ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുകയല്ല, ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള ഉൾനട്ട വചനം സൗമ്യതയോടെ ഒന്ന് കൈക്കൊള്ളണം. 22-ാം വാക്യം കൂടെ ഒന്ന് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എങ്കിലും ഇന്നത്തെ ഈ വെർച്വൽ കൺവെൻഷനിലും നമ്മൾ കേട്ടോണ്ടിരിക്കുക, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പീൻ. എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്ന് പറഞ്ഞാൽ അഴുക്കിനെ മാറ്റണം, ദുഷ്ടതയുടെ ആധിക്യത്തെയും മോഹത്തെയും മാറ്റി ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുസരണം. ഇത് തന്നെയല്ലേ മത്തായിയുടെ സുവിശേഷം 7:24 യേശു പറഞ്ഞത്? കേൾക്കുക മാത്രമല്ല, അതിനെ ചെയ്യുന്നവരായി ഇരിപ്പീൻ. അതാണ് ബുദ്ധിയുള്ള ഒരു പണി. യാക്കോബിന് ഒത്തിരി പറയാനുണ്ട് ബുദ്ധിയെ കുറിച്ച്. 3:13 1:5 അതെല്ലാം പിന്നീട് സവിസ്തരമായി വായിക്കുക. ഇത് വളരെ ശക്തിയുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ അനുഭവമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വാക്യഭാഗങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ഏതോ വേറെ ഗോളത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നവനായിട്ടല്ല ഞാൻ ഇത് പറയുന്നത്. ഈ രാത്രിയിൽ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന ഇതാണ്: എന്നിലെ അഴുക്ക് ഞാൻ ഒന്ന് കാണാൻ എന്റെ കണ്ണിനെ തുറക്കണമേ. ദുഷ്ടതയുടെ ആധിക്യം അത് വിടാതെ വരിക പുറകെ. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും ചില ചിന്തകൾ മാറിയിട്ടില്ല. അതിനെ ഒന്ന് കാണാൻ എനിക്ക് സൗമ്യത തരണമേ കർത്താവേ. ഞാൻ പാസ്റ്ററാ, ഞാൻ പ്രസംഗിക്കുന്നവനാ. നോ, ഇതിനകത്തൊന്നും ഒഴിഞ്ഞിരിക്കാൻ കഴിയില്ല. നമ്മൾ ആത്മീകരായി തീരണമെങ്കിൽ സൗമ്യതയോടെ കൈക്കൊണ്ട് കേൾക്കുക മാത്രമല്ല, എന്നിട്ട് ചതിക്കുക മാത്രമല്ല, അത് ചെയ്യുന്നവരാകാനുള്ള ഒരു ദൈവത്തിന്റെ കൃപ. ഈ വെർച്വൽ കൺവെൻഷന്റെ ആദ്യ ദിവസം ഈ ദൈവവചനത്താൽ കർത്താവ് നമ്മളെ കഴുകട്ടെ, ശുദ്ധീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ കേൾക്കുന്ന വചനങ്ങൾ നമുക്കാർക്കും ശിക്ഷാവധിക്ക് കാരണമാകാതെ, എന്ന് പറഞ്ഞാൽ ആ ദിവസം അന്ന് കേട്ടില്ലായിരുന്നോ എന്ന് വിളിച്ചു വരുത്താതെ, ഒരു ദിവസം നമ്മൾ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയുവാൻ കർത്താവ് അങ്ങനെ ഒരു അനുഭവം നൽകട്ടെ.
ഒരു നിമിഷം കണ്ണുകളെ ദൈവസ്ഥ അടയ്ക്കാമോ, തലകളെ വണക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കേട്ട വചനത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ ഒന്ന് ഇറങ്ങി വരുവാൻ, ആ വചനത്തിന്റെ ശക്തിയാൽ കളങ്കങ്ങളും ദുഷ്ടതയുടെ ആധിക്യവും ഒക്കെ മാറി മൃദുലമായ ശുദ്ധീകരണം പ്രാപിച്ച തിരുവചനത്താൽ ജനിക്കപ്പെട്ടവർ, ഏത് വചനത്താൽ? സത്യവചനത്താൽ നിങ്ങൾ ജനിച്ചിരിക്കുന്നു. നിങ്ങൾ മോഹത്താൽ അല്ല ജനിച്ചത്, സത്യവചനത്താൽ ജനിച്ചുവെങ്കിൽ ആ ഉൾനട്ട വചനം അനുസരിക്കാൻ എല്ലാ ദിവസവും താഴ്മ തരണമേ, സൗമ്യത തരണമേ. ആ വചനമെന്ന കണ്ണാടിയിൽ കണ്ട് വിരൂപമായ എൻ്റെ മുഖം ദൈവത്തിന്റെ കൃപയിലും ശക്തിയിലും നിറഞ്ഞുകൊണ്ട് ഒന്ന് ക്രമപ്പെടുത്തി വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഓടുവാനുള്ളൊരു കൃപ. പ്രിയ ദൈവമക്കളെ, ഇരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കണം. എല്ലാവരും ധ്യാനത്തോടെ പ്രാർത്ഥിക്കണം. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന നവചൈതന്യം എന്നിലോട്ടൊന്ന് ഇറങ്ങി വരണമേ. എൻ്റെ കുരുട്ട് കണ്ണിനെ മാറ്റണമേ. എൻ്റെ ഹൃദയം മാംസമായുള്ളൊരു ഹൃദയമായി കാണപ്പെടണമേ കർത്താവേ. കല്ലുപോലുള്ള ഹൃദയങ്ങളെ ദൈവമേ ഇന്ന് മെഴുകുപോലെ വചനത്താൽ ഒന്ന് ഉരുക്കണമേ. കയ്പോ ഈർഷ്യോ വല്ലം കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം പോട്ട്. ആരെ പോലെയോ ആയിത്തീരാനുള്ള ഒരു നെറ്റോട്ടമാണെങ്കിൽ വിട്, എനിക്ക് യേശുവിനെ പോലെ ആയിത്തീർന്നാ മതി എന്ന് പറയുന്ന ഒരു രാത്രിയായി ഹൃദയത്തിൽ കഷ്ടതയോടുള്ള സമീപനം മാറട്ടെ. വിശ്വാസത്തിന്റെ പരിശോധന ഉണ്ട്. പരിശോധിക്കപ്പെടുമ്പോ ദൈവം എന്നെ തകർക്കുന്നു എന്ന് പറയാതെ ദൈവം എന്നെ പണിയുന്നു എന്ന് പറയുവാനുള്ള ഒരു ദൈവത്തിന്റെ കൃപ. ധനത്തിന്റെ പുറകെ ഓടുവാനല്ല, ദൈവ ഇഷ്ടത്തിന്റെ പുറകെ ഓടുവാൻ. ഈ ലോകത്തിൽ നശ്വരമായതിൽ ശ്രദ്ധ പതിയാതെ, കൊലോസ് ലേഖനം 3:1 പറയുന്നത് പോലെ, സെറ്റ് യുവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ഓൺ തിങ്സ് അബവ്. ഉയരങ്ങളിൽ ഉള്ളത് ചിന്തിപ്പാൻ. അപ്പോൾ തന്നെ ഈ ലോകത്തിൽ ജീവിക്കുന്നു. ആവശ്യമുള്ളത് ദൈവം തരും. അത് അനുഭവിക്കുന്നവരല്ലേ നമ്മൾ എല്ലാവരും. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട്. നമ്മുടെ ശ്രദ്ധകളും പ്രയോറിറ്റീസും മാറേണ്ടതുണ്ട്. PYP അംഗങ്ങളെ, വെയ്ക്കപ്പ്. നമുക്ക് ഉണരാം. നമ്മുടെ ശിരസ്സുകൾ നമുക്ക് ഉയർത്താം. നമ്മുടെ കണ്ണുകൾ നമുക്ക് യേശുവിങ്കലേക്ക് പതിപ്പിക്കാം. വിശ്വാസി സമൂഹമേ, ഈ വചനത്താൽ നിങ്ങളും പണിയപ്പെട്ട് ദൈവത്തിന്റെ വരവിൽ ആ ജീവകിരീടം പ്രാപിപ്പാനായി നിഷ്കളങ്കമായ നിർമ്മല മനസാക്ഷിയോടെ വിശുദ്ധീന അലങ്കാര പുടവ ധരിച്ചുകൊണ്ട് മണവാട്ടി ഒരുങ്ങി നിൽക്കുന്നത് പോലെ ഒരുങ്ങി നിൽപ്പാനായി ഈ വചന ശുശ്രൂഷ അതിനുവേണ്ടി മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ ദൈവികാലോചന കർത്താവിന്റെ ഭക്തനിലൂടെ ഇന്ന് രാത്രി നമുക്ക് കേൾക്കുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അതെ, എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരുപ്പീൻ. ഹല്ലേലൂയ. ഒത്തിരി തവണ വചനം കേട്ടവരാണ് അല്ലെ. ഒരു ആഴ്ചയിൽ എത്രയോ തവണ എത്ര സന്ദേശങ്ങൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കും. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയിൽ നിന്ന് ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിശ്വാസി ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഏത് തലത്തിലായിരിക്കണമെന്ന് ആത്മാവ് കൃത്യമായി നമ്മളോട് സംസാരിപ്പാനിടയായി. ഹല്ലേലൂയ. ഇവർക്ക് ഈ ദൈവവചനത്തിന്റെ മുമ്പാകെ നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഒത്തിരി അഴുക്കുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലൻ അത് തിരിച്ചറിയുകയാണ്. ഒത്തിരി അഴുക്കുള്ള ഒരു ലോകം. ഹല്ലേലൂയ. വഞ്ചനയുടെ ലോകം, ചതിവിന്റെ ലോകം. ഹല്ലേലൂയ. സമ്പത്തും കഷ്ടതയും ഒന്നും തമ്മിൽ ഒന്നും പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാത്തൊരു അനുഭവം. ഒരു ഒരേ നാവ് കൊണ്ട് സ്തുതിയും സ്തോത്രവും അപ്പോൾ തന്നെ വഞ്ചനയും ചതിവും ഒക്കെ നിറഞ്ഞ ഒരു ലോകം. ഹല്ലേലൂയ.
സ്തോത്രം വിശ്വാസി എന്ന് പുറത്ത് അഭിനയിക്കുകയും അകത്ത് മറ്റൊരു ചിന്തയോടെ നടക്കുകയും ചെയ്യുന്ന ഒരു ലോകം. ഇതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ദൈവസഭ. ഹല്ലേലൂയ. ആ ചതിവിൽ നിന്ന്, വഞ്ചനകളിൽ നിന്ന് നമുക്കൊന്ന് പുറത്തു വരണ്ടേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കൃത്യമായി നമ്മളോട് ആലോചന അറിയിപ്പാനിടയായി. കർത്താവേ, എന്നെ തന്നെ ഈ വചനത്തിന് മുമ്പാകെ താഴ്ത്തുന്നു എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പറയാം. നമ്മുടെ ഉള്ളിൽ ഒരു ജനനം നടക്കണം. സ്തോത്രം. അത് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്ന ജനനമാകരുത്. പാപം മുഴുത്തിട്ട് മരണത്തിലേക്ക് എത്തുന്ന അനുഭവമായി തീരരുത്. മറിച്ച് യഥാർത്ഥ ഒരു വീണ്ടും ജനനം, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുന്ന, ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്ന ഒരു അനുഭവമായിട്ട്, ഉയരത്തിലുള്ളത്, അവിടെയാണ് എൻ്റെ ദേശം എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ധരിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. അതെ, ഈ വചനം നമുക്ക് സൗമ്യതയോടെ കൈക്കൊള്ളുകയും അത് ചെയ്യുകയും ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ, ഹല്ലേലൂയ, അദ്ദേഹത്തിന്റെ ആത്മീക ശുശ്രൂഷകൾ എല്ലാം ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാളെ 7 മുതൽ 9 മണി വരെ നമ്മുടെ ആത്മീക ശുശ്രൂഷ. സ്തോത്രം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫെയ്ത്ത് പ്ലസൻ പള്ളിപ്പാട് നമ്മുടെ നടുവിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷയിലേക്ക് നാളെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി ഈ ലിങ്കുകൾ കൊടുത്ത് ജോയിൻ ചെയ്യിപ്പിക്കണമേ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം.